രാവിലെ മൂട് കളയുന്ന കാഴ്ച കണ്ടോട്ടാ പറമ്പിലോട്ട് ചെന്ന കേട്ടോ. നോക്കിയപ്പോ എന്നാ പെരുങ്കൂണുണ്ടായി നിൽക്കുക. സീസണിൽ ആദ്യം കാണുന്നതാണ് കൂണുണ്ടായിട്ട്. അത് കണ്ടോ മൂത്ത് പോയെന്നേ. മൂത്ത് പോയതാണോ എന്താണെന്ന് അറിയത്തില്ല, മൊത്തം അലുത്ത് പോയി. ഇതൊക്കെ മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ മരം പോലെയാവും. പ്രാണികളെല്ലാം വന്ന് കൂണ് തിന്നും. പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക്. ബാക്കിയുള്ള കാരണന്മാരൊക്കെ പൊന്നിനും പണത്തിനും വേണ്ടി പടവെട്ടിയപ്പോ നമ്മുടെയൊക്കെ പൂർവികര് ചക്കയ്ക്കും മുണ്ണിയൊക്കെ വേണ്ടിയിട്ടാ പോരാടിയെന്ന് തോന്നാറുണ്ട്. കാരണം ഇതങ്ങ് രക്തത്തിൽ അലിഞ്ഞുപോയി. ഇത്ര സാധനം അതും കൊല്ലത്തിൽ ആദ്യം ഉണ്ടായത് പറമ്പിൽ കളഞ്ഞിട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പറിച്ചോണ്ട് പോകും. ചീഞ്ഞ് നാണേലും മേടിലും അമ്മയെ കൊണ്ട് കറി വെച്ച് കഴിച്ചിട്ട് ഞാൻ ഇരിക്കത്തുള്ളൂ. കൂണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കല്ലേ. ഉണ്ടായിരുന്ന ബഡിനെയും തണ്ടിനെയൊക്കെ തട്ടി മാറ്റി കൂണിന്റെ ഷേപ്പുള്ള കുറെ കൂണ് ഞാൻ പറിച്ചെടുത്തു കേട്ടോ. ചിലതൊക്കെ വിരിയുന്നേ ഉള്ളൂ. പാവങ്ങൾ മണ്ണിനടിയിൽ പുല്ലിനടിയിൽ പൊതിഞ്ഞു പോയ പലരെയും പറിച്ചെടുത്ത് നമ്മുടെ വൈദ്യുതി ഇടണം കേൾക്കാം. നല്ല കൂണാണെങ്കിൽ ഒരുക്കാനും പണിയാനും എളുപ്പമാണ്. അതുപോലല്ല ഈ ഷേപ്പില്ലാത്ത സാധനം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ. ഒന്നാമത് മൂത്തും കൂടെ പോയാണെങ്കിൽ എടുത്തിട്ടോ ഏറ് വെച്ച് കൊടുക്കും പറമ്പിലോട്ട്. കൊട കൊടുത്തു, ഒന്നും പറഞ്ഞില്ല. ആദ്യം കിട്ടിയതല്ലേ. അതും കഴിഞ്ഞ് പറമ്പിലോട്ട് പോയി കൊട്ടപ്പായനെ നോക്കറിച്ചു. പിന്നെ ഒന്ന് കറങ്ങി നോക്കി കേട്ടോ. പറമ്പിക്കൂടെ അതിലെല്ലാം നടന്നു നോക്കി. കൂൺ ആദ്യം ഉണ്ടായി കണ്ടല്ലോ. അപ്പം ബൈ ചാൻസ് വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓർത്തിട്ട്. നമുക്ക് തന്നെ അറിയാം കൂൺ തപ്പി ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുമല്ലെന്നുള്ള ഉറപ്പാണ്. ചില സ്പോട്ടുകളിൽ എല്ലാ കൊല്ലവും ഏകദേശം സെയിം ഡേറ്റിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂൺ ഉണ്ടാവാറുണ്ട്. അങ്ങനെ 1-2 ഹിഡൻ സ്പോട്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, കലണ്ടറിലുണ്ട്. അതൊക്കെ പോട്ടെ, നമ്മൾ പറമ്പിക്കൂടെ പോയി കറങ്ങി വന്നതിനും ഉച്ചയായില്ലെങ്കിലും മമ്മി കറി അടിപൊളിയാക്കി കേട്ടോ. അത് മൂത്ത് പോയില്ലായിരുന്നു. അത് മഴ കൂടുതലായതുകൊണ്ട് പുള്ളി കുറച്ച് അലുത്ത് പോയതാ. കറി ഒരു രക്ഷയില്ല കേട്ടോ. ഉള്ളതിൽ കൊള്ളാവുന്ന എടുത്ത് മമ്മി കറി വെച്ചിട്ടും കീടിലുണ്ട് ടേസ്റ്റ്. എൻ്റെ പൊന്നും, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ള കറി. ഇത് കറി വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. റെസിപ്പിയൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പക്ഷെ ഉണ്ടല്ലോ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ കേട്ടോ, ഉള്ളത് പറയുന്നത്. ഈ സാധനം കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ വേറൊരു സാധനം വേണ്ട. ഇന്നലെ പറഞ്ഞ പോലെ അല്ല, കൂണുകറിയും ചോറും തന്നെ അതങ്ങനെ കഴിക്കണം. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ടല്ലോ ഇച്ചിരി ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ കറി തന്നെ എടുത്ത് വെച്ച് അതും കുറച്ച് തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ കേട്ടോ, ഒന്നും വിചാരിക്കില്ല. അപ്പോൾ വീണ്ടും കാണാൻ ടാറ്റ.